കൂടെ ഉണ്ടാവും. പ്രൊഫസർ MK സാനു മാസ്റ്റർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ MK സാനു വിട പറഞ്ഞിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജസ്റ്റർ ചേരുന്നു. ആന്റണി, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം? മറ്റ് വിവരങ്ങൾ? തീർച്ചയായും അല്പസമയം മുമ്പാണ് വിദ്യാർത്ഥികളുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകനായ MK സാനു മാഷ്, എല്ലാവരും അദ്ദേഹത്തെ സാനു മാഷ് എന്നാണ് വിളിക്കാറ്, അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. 98 വയസ്സായിരുന്നു MK സാനുവിന്. കഴിഞ്ഞ 2 ദിവസങ്ങളായി അദ്ദേഹം കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 98 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജന്മദിനമൊക്കെ അടുത്തിടെയാണ് വലിയ ആഘോഷമായി തന്നെ കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹം, ശിഷ്യ സമൂഹമൊക്കെ ആഘോഷിച്ചത്. ഏതായാലും 98-ാം വയസ്സിൽ MK സാനു മാഷ് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, അധ്യാപകൻ, മഹാരാജാസ് കോളേജിലെ ദീർഘകാലം അദ്ദേഹം മലയാളം വിഭാഗത്തിലെ അധ്യാപകനായിരുന്നു, വാഗ്മിയായിരുന്നു, മികച്ച പ്രാസംഗികനായിരുന്നു, എഴുത്തുകാരൻ എന്ന നിലയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയ ഒരു അതുല്യ പ്രതിഭയായിരുന്നു, ചിന്തകൻ എന്ന നിലയിൽ അങ്ങനെ അദ്ദേഹം കൈവച്ച മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു മുദ്ര പതിപ്പിച്ചാണ് MK സാനു മാഷ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിലാണ് MK സാനുവിൻ്റെ ജനനം. അകാലത്തിൽ അച്ഛൻ മരിച്ചതോടെ അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെയൊക്കെ ഇതിലാണ് അദ്ദേഹം വളർന്നു വരുന്നത്. പിന്നീട് 4 വർഷത്തോളം അദ്ദേഹം ഈ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ ശേഷം 4 വർഷത്തോളം സ്കൂൾ അധ്യാപകനായിരുന്നു. പിന്നീട് 1958 5 ശാസ്ത്രനായികമാർ എന്ന ആദ്യ ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹം അധ്യാപകനായിരുന്നത് നമ്മുടെ മഹാരാജാസ് കോളേജിലാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ 1958 അദ്ദേഹം 5 ശാസ്ത്രനായകന്മാർ എന്ന ഗ്രന്ഥം രചിച്ചു. പിന്നീട് 60-ൽ വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും ഇറങ്ങി. 1983-ൽ അദ്ദേഹത്തിൻ്റെ നീണ്ട കാലത്തെ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു. പലരും ഇപ്പോൾ പ്രമുഖരായിരിക്കുന്ന പല ആളുകളും അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്ത് എന്ന് പറയുന്നത് വലിയ ഒരു സമ്പത്ത് തന്നെയാണ്. അതിൽ പ്രമുഖരായ വ്യക്തികളുണ്ട്, അല്ലാത്തവരുണ്ട്. അങ്ങനെ നിരവധി ആളുകളെ, ഒരു വലിയ ഒത്തിരി തലമുറകളെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് അദ്ദേഹം എന്നതിന് പറയാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിൻ്റെ പിന്നീട് 1987 അദ്ദേഹം എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും MLA ആയി. അന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് MK സാനു മത്സരിച്ചത്. അന്ന് UDF വേണ്ടി മത്സരിച്ച ML ജേക്കബിനെ പരാജയപ്പെടുത്തിയാണ് MK സാനു നിയമസഭയിലേക്ക് എത്തുന്നത്. അങ്ങനെ വിവിധ തലങ്ങൾ, അധ്യാപകൻ, വാഗ്മി, ചിന്തകൻ, എഴുത്തുകാരൻ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് അടക്കം നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ അദ്ദേഹത്തെ അങ്ങനെ പ്രൊഫസർ MK സാനു അന്തരിച്ചു എന്ന വാർത്തകളാണ് ഈ മണിക്കൂറിൽ നമുക്ക് വരുന്നത്. ഇപ്പോൾ പ്രസാദ് കാളിദാസ്